BJP കേരളത്തിലും തമിഴ്നാട്ടിലും എത്തി. മമതയെ പരാജയപ്പെടുത്തി ബംഗാൾ കൈക്കലാക്കിയതുപോലെ. ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കിയില്ലേ? ശരിക്കും ബ്ലൂ പ്രിന്റ് ഉണ്ട്. മെയ് 4-ന് പുറത്തു വന്ന തിരഞ്ഞെടുപ്പ് ഫലം ചിലർക്കെങ്കിലും ഒരു ഞെട്ടലാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ തോൽക്കുന്നു, ബംഗാളിൽ മമത തൂക്കിയെറിയപ്പെടുന്നു, കേരളത്തിൽ 3 സീറ്റുകൾ നേടുന്നു. EVM തങ്ങൾക്ക് വേണ്ടി പോലും പ്രോഗ്രാം ചെയ്യിപ്പിക്കാൻ BJPക്ക് കഴിയാത്തതല്ലോ. SIR വഴി ബംഗാളിലെ മമതയുടെ വോട്ടുകൾ മുഴുവൻ നീക്കം ചെയ്യാനും അധിക വോട്ടുകൾ ചേർക്കാനും BJPക്ക് കഴിഞ്ഞു. സിമ്പിൾ. BJPയുടെ EVM കളികൾ നടന്നിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും BJP കൂടുതൽ സീറ്റുകൾ നേടിയില്ല എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഉത്തരം ഇവിടെയുണ്ട്. ഒറ്റയടിക്ക് BJP സീറ്റുകൾ വാരിക്കൂട്ടിയാൽ സംശയമുണ്ടാകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ തറപറ്റിച്ച് കയറുന്നതാണ് BJPക്ക് എളുപ്പം. ഭരണത്തിലിരുന്ന എത്രയെത്ര കോൺഗ്രസ് ഗവൺമെന്റുകളാണ് നമ്മുടെ മുന്നിൽ തന്നെ തകർന്നടിഞ്ഞു വീണ് ഉദാഹരണങ്ങളായത്. തമിഴ്നാട്ടിൽ DMK എന്ന ശക്തമായ പാർട്ടിയും വെറുതെ അങ്ങ് TVKക്ക് മുൻപിൽ തോറ്റുപോയി എന്ന് വിശ്വസിക്കാനും പാടാണ്. ഇനി ഇറ്റ്സ് ടൈം ഫോർ സം ഇലുമിനാറ്റി. ഇത് ജനുവരി 7-ന് VT ബൽറാം ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ്. ഒരു ഫോൺ നമ്പർ പോലെ തോന്നുന്ന ഈ അക്കങ്ങൾ കേരളത്തിലെ LDFന്റെ 5 തവണത്തെ സീറ്റുകളുടെ എണ്ണമാണ്. അതിൽ ഏറ്റവും ഒടുക്കം കിടക്കുന്ന നമ്പർ 35. അതാണ് ഇത്തവണത്തെ LDF സീറ്റുകളുടെ എണ്ണം. സർവേകളും കനകൂലവും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നേരത്തും VT ബൽറാം ഇതെങ്ങനെ പ്രവചിച്ചു? വോട്ടെണ്ണലിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് VD സതീശന്റെ പെട്ടെന്നുള്ള ചാർട്ടേഡ് ഹെലികോപ്റ്റർ മംഗലാപുരം യാത്രയും NDA നേതാവുമായുള്ള രഹസ്യ ചർച്ചയും ഒരു സൂചനയാണ്. രഹസ്യ സ്വഭാവമുള്ള ആ യാത്ര നമ്മുടെ നാളുകളെ തീരുമാനിക്കുമെന്ന് കുറിച്ചു വെക്കേണ്ടിയിരിക്കുന്നു. ആ യാത്രയിൽ EVPATന്റെ മാനേജ്മെന്റിന്റെ ചർച്ച ചെയ്തിരിക്കണം. UDFും NDAയും തമ്മിലുള്ള EVPAT ഡീൽ തീരുമാനിക്കാനാണ് സതീശൻ പോയത് എന്നത് തീർച്ച. മറ്റൊരു കാരണവും അത്തരമൊരു യാത്രയ്ക്ക് കാണാനില്ല.